ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ ഇനി മുതൽ ആഗ്രഹിക്കുകയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒരു സീരീസ് തുടങ്ങിയാലോ എന്നുള്ളത്. നമ്മൾ എന്താ കാലത്ത് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അത് വീഡിയോ ആയിട്ട് ഇടാം യൂട്യൂബിൽ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം, ലൈക്കും കമൻറ്റും ഷെയറും പിന്നെ സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. അപ്പോൾ ഇനി മുതൽ ഞാൻ എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിൽ ദോശയാണ് ഉണ്ടാക്കണം. അപ്പോൾ ദോശ ഞാനിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ മോൻ വന്നിട്ട് പറഞ്ഞ, അമ്മ നമുക്ക് കുറച്ച് മസാല ദോശ ഉണ്ടാക്കിയാലോ എന്ന്. അപ്പോൾ ഒരു സെറ്റ് ദോശയും ഒരു സെറ്റ് മസാല ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ബട്ടർ ഒക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുക. നല്ല രുചിയാണ് കേട്ടോ ബട്ടർ ഇട്ടിട്ട് ഉണ്ടാക്കുമ്പോൾ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓൾമോസ്റ്റ് എല്ലാവരും വീട്ടിലും ഉണ്ടാക്കുന്നുണ്ട്. നെയ്യൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. നെയ്ക്ക് പകരം ബട്ടർ ഇട്ടിട്ടൊന്ന് ഉണ്ടാക്കി വെക്കുക. അത് സോൾട്ടഡ് ആയിട്ടുള്ള ബട്ടർ ഉണ്ടല്ലോ, നല്ല ടേസ്റ്റാട്ടോ. നമ്മളുടെ വീട്ടിൽ എപ്പോഴും മാവ് അരച്ചത് ഉണ്ടായിരിക്കും കേട്ടോ. കാരണം ഇവിടെ ദോശയും വീട്ടിലൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഓൾമോസ്റ്റ് എല്ലാ ദിവസവും നമ്മൾ ദോശ തന്നെയാണ് കൂടുതൽ വെക്കുക. പിന്നീടുള്ള ദിവസങ്ങളാണ് പൂരി ചപ്പാത്തി അങ്ങനെയൊക്കെ വെക്കുള്ളൂ. മാവ് ഓൾമോസ്റ്റ് എല്ലാ ദിവസവും നമ്മുടെ വീട്ടിലുണ്ടായിരിക്കും. അടുത്തത് മസാല ദോശക്കുള്ള മസാലയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ആദ്യമായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുകയാണ്. കടുക് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് മുഴുവൻ മുളക് ഇട്ടിട്ട് നല്ല പോലെ അത് മൂപ്പിക്കണം. മുഴുവൻ മുളക് ഞാൻ ആകെ 2 എടുത്തിട്ടുള്ളൂ കേട്ടോ. 2-3 ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എരിവ് നമുക്ക് നല്ലപോലെ ഇതിലേക്ക് മസാലയിലേക്ക് പിടിക്കും. കാരണം നമ്മളിതിൽ മുളക് പൊടിയൊന്നും ഇടണില്ലല്ലോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഓപ്ഷണലാണ്. ചില ആൾക്കാർ ഇടാറുണ്ട്, നമ്മളിവിടെ ഇടാറുണ്ട്. അതും ചതച്ചതല്ല, ഞാൻ അരിഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത്. അരിഞ്ഞിട്ട് എടുക്കുമ്പോൾ ടേസ്റ്റ് നല്ലപോലെ കൂടും നമ്മുടെ മസാലയ്ക്ക്. പിന്നെ പച്ചമുളക് ചേർക്കാണ്. പച്ചമുളകും ഈ മുഴുവൻമുളകുമാണ് നമുക്ക് ഈ എരിവിന് വേണ്ടി ചേർക്കുന്നത്. അപ്പോൾ എരിവ് കൂടുതൽ വേണ്ടതുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. പിന്നെ അരിഞ്ഞ സബോള ചേർക്കാണ്. നല്ല പോലെ ഇത് മൂക്കണം. മൂക്കാനായിട്ട് കുറച്ച് പൊടിയുപ്പ് ചേർത്ത് കൊടുക്കണം, നല്ലതാണ് കേട്ടോ. ഞാൻ ഇതിൽ ഉപ്പിടുന്നതൊന്നും കാണിക്കുന്നില്ല. അത് സോൾട്ട് ടേസ്റ്റ് ആവശ്യമുള്ളവർ കൂടുതലായിട്ട് ഇടുക. അങ്ങനെ നല്ല പോലെ മൂത്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ നമ്മൾ മഞ്ഞൾപ്പൊടി ഇടാം. ഇത്രയേ ഉള്ളൂ ഇതിലേക്ക് പരിപാടി. ഇനി വേറെ ഒന്നും ഇതിലേക്ക് ഇടണ്ട. ഇതും നല്ല പോലെ മൂപ്പിച്ചതിന് ശേഷം നമ്മൾ മുന്നേ പുഴുങ്ങി ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർക്കാണ്. ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ അത് മിക്സ് ചെയ്യണം. വേണമെന്നെങ്കിൽ ഒരു കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ. ഞാൻ ഇതിലൊട്ടും വെള്ളം ചേർക്കുന്നില്ല. കാരണം ആ ഒരു മസാല ദോശയിലേക്കുള്ള മസാലയുടെ കൺസിസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ദോശ സെറ്റ് ഞാൻ മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി മസാല ദോശ ഒരു 3 എണ്ണമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൽ ഞാൻ ഒരെണ്ണം ഉണ്ടാക്കുന്നത് കാണിക്കുന്നുള്ളൂ. അപ്പോൾ ദോശ നല്ല വട്ടത്തിൽ പരത്തണം കേട്ടോ ദോശ. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ചൊരു വെളിച്ചെണ്ണ തൂവി കൊടുക്കുകയാണ്. ദോശയൊക്കെ ഞാൻ ബട്ടറിലാണ് ഉണ്ടാക്കിയത്. മസാല ദോശ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ മേലെ തൂവിയിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അതിൻ്റെ മേലേക്ക് നമ്മൾ മസാല വെച്ചിട്ട് നല്ല പോലെ തടവി കൊടുക്കണം. എല്ലാ സൈഡും തടവണം കേട്ടോ. ഞാനിതിപ്പോൾ ഒരു സൈഡ് മാത്രമേ തടവിയിട്ടുള്ളൂ. എല്ലാ സൈഡും തടവി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കിട്ടും. വെറുതെ നമ്മൾ മസാല ഇടുന്നതിനെക്കാട്ടും ഇങ്ങനെ തടവുമ്പോൾ നല്ല ടേസ്റ്റ് കൂടും കുറച്ചും കൂടി. അങ്ങനെ അതെടുത്തിട്ട് മടക്കി നമ്മൾ പ്ലേറ്റിലോട്ട് വെക്കുകയാണ്. അത് നമ്മുടെ മസാല ദോശ റെഡിയായി. ഇതിലേക്ക് ഞാൻ ഒരു ഉള്ളി ചമ്മന്തിയും പിന്നെ നാളികേര ചമ്മന്തിയും അരച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കുറച്ച് അരച്ചുള്ളൂ, അതുകൊണ്ട് വീഡിയോയിൽ കാണിക്കാത്തത്. ഒരു 3 മസാല ദോശ എല്ലാം ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നലെ നമ്മൾ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ ആ സാമ്പാർ ദോശയ്ക്ക് ഉപകാരമായി. അപ്പോൾ കുറച്ച് സാമ്പാറും ഉള്ളിച്ചമ്മന്തിയും നാളികേര ചമ്മന്തിയും ഒക്കെ കൂടി ചേർത്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നല്ല അടിപൊളിയാക്കി. കൂട്ടത്തിൽ ചായ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം. എല്ലാവർക്കും
താങ്ക് യു. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ, സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ ഓക്കെ, ശരി, ബൈ.